ഈ പെരിയും കുടുംബവും എന്റെ അമ്മയും പെങ്ങളൊക്കെ ഇങ്ങനെ ആകാൻ കാരണം ഈ ഉപ്പന്നെയാണ്. ഞാൻ ആണായിട്ട് നിൽക്കുന്നോട് നിൽക്കാതുകൊണ്ടാണ് നിങ്ങളുടെ ഉമ്മ ഇങ്ങനൊക്കെ ആയി പോയത്. കയ്യിൽ പൈസ ഇല്ലാതായ നിങ്ങളുടെ ഉമ്മാക്ക് വാപ്പിയും മക്കളും ഒക്കെ ഒരേപോലെ തന്നെ. എന്തായാലും ഉപ്പാന്റെ അവസ്ഥ എന്റെ മക്കൾക്ക് വരൂല. നിങ്ങളെ രണ്ടാളെയും മനസ്സിലാക്കാൻ പറ്റിയ ഭാര്യമാരാണ് പടച്ചോ അങ്ങ് തന്നിട്ടുള്ളത്. എന്റെ കല്യാണം നടക്കൂലാണ്ടപ്പോ സ്വന്തം സ്വർണം വരെ ഒക്കെ എനിക്ക് തന്നോളാണ് സൽമ. അപ്പൊ എന്റെ കൂടപ്പുറപ്പിന് ഒരു ആവശ്യം വന്നപ്പോ എനിക്ക് സ്വർണ്ണാണ് വലുത് കുഞ്ഞോളെ. അല്ല ഓളെ പറഞ്ഞിട്ട് എന്തിനാ? സ്വന്തം മകൾക്കൊരു ആവശ്യം വരുമ്പോ മുതലും കെട്ടിപ്പൊട്ടിച്ചോണ്ടിരിക്കാൻ എനിക്ക് എങ്ങനെ പറ്റണ ആസ്യ? വേണ്ടപ്പാ, ഇതൊന്നും ഞാനായിട്ട് പറഞ്ഞതല്ല. ഇതൊക്കെ ഇനി പറഞ്ഞു വിചാരിച്ചിട്ട് എനിക്ക് ഉമ്മ അല്ലാതായിരിക്കൂല. ഇപ്പൊ സത്യങ്ങളെല്ലാം അറിയാതെ പോയാല് ഇപ്പൊ ഞങ്ങളെ ആമക്കളെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ടാണ് ഞാൻ കാര്യങ്ങളെല്ലാം ഇപ്പൊ പറഞ്ഞത്. ഇപ്പാടെ മക്കൾക്ക് എന്താ തോന്നിച്ച അതേപോലെ ചെയ്തോളി. നിങ്ങൾ എന്ത് തീരുമാനത്താളും നിങ്ങൾ ഇപ്പം ഉണ്ടാവും നിങ്ങളെ കൂടെ. അത് കേട്ടാ മതിപ്പാ. ഇത്രയും കാലം ഈ വീട് വിട്ടു നിൽക്കാന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി അത് പറ്റൂല. തൽക്കാലം ഞാന് ഒരു വീടെടുത്ത് വാടകയ്ക്ക് പോവാനാണ് എന്റെ തീരുമാനം. നന്നായി കുട്ടിയെ. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഓരോ സ്നേഹമൊന്നും നിങ്ങളെ ഉമ്മ അർഹിക്കണില്ല. ഉമ്മ അവിടെ സ്വത്തും മുതലും കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ ഇരുന്നോട്ടെ. എന്നപ്പാ ഞാൻ പിന്നെ വിളിക്കാം. തൽക്കാലം സൽമ കുട്ടികളെ കൂട്ടിയിട്ട് അവളെ വീട്ടിലേക്ക് പോയിക്കോട്ടെ. ഞാൻ പിന്നെ വിളിക്കട്ടാ. ആയിക്കോട്ടെ കുട്ടിയെ. പഠിച്ച റബ്ബ് എന്താ വിചാരിച്ചാ അതേപോലെയൊക്കെ നടക്കട്ടെ. പോണെന്നാ. ഇമ്മ, പോണവർ അരക്കച്ച പോയിക്കോട്ടമ്മ. ഇമ്മാടൊപ്പം എന്തിനും ഏതിനും എപ്പോഴും ഞാനുണ്ടാവും. ഇപ്പൊ നിങ്ങള് തോറ്റു കൊടുക്കാണിച്ചാലേ പിന്നെ ആജീവനാന്ത ഓല രണ്ടാളി അടിമോളായിട്ട് നിൽക്കേണ്ടി വരും. അതുകൊണ്ട്